ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ നടത്തുന്ന പോരാട്ടം മിസൈലുകളിലോ ഡ്രോണുകളിലോ യുദ്ധക്കളങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി. തന്റെ ഈദ് സന്ദേശത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങളോട് അനുശോചനവും രേഖപ്പെടുത്തി. ആഗോള അഹങ്കാരത്തിനെതിരെയാണ് ഇറാന്റെ പ്രതിരോധമെന്നും അതിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്നും മുജ്തബ ഖമനേയി പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറാൻ 3 യുദ്ധങ്ങൾ നേരിട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിലാദ്യത്തേത് കഴിഞ്ഞ വർഷം നടന്ന ജൂൺ യുദ്ധമാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ ശത്രുക്കൾ 1000-ലധികം ഇറാനിയൻ പൗരന്മാരെ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം ഫെബ്രുവരി അവസാന വാരത്തിൽ രാജ്യത്തിൽ നടന്ന പ്രതിഷേധങ്ങളെ രണ്ടാം യുദ്ധമെന്നാണ് മുജ്തബ ഖമനേയി വിശേഷിപ്പിച്ചത്. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് 3ാം യുദ്ധമാണ്. ഇറാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്ത് ജനങ്ങൾ ശത്രുക്കളുടെ അജണ്ടകൾ നടപ്പിലാക്കുമെന്ന് കരുതി അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ കൂലിപ്പടയാളികളെ ഉപയോഗിച്ച് രാജ്യത്ത് ആക്രമണമുണ്ടാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നും ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ശത്രുക്കളെ ഒളിച്ചു നിന്ന് ആക്രമിക്കുന്ന സ്വഭാവം ഇറാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ യാതൊരുവിധ സംയമനവും പാലിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ഒരിടത്തും സുരക്ഷിതരായിരിക്കാൻ ഇറാന്റെ ശത്രുക്കളെ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും പരമോന്നത നേതാവ് നൽകുന്നുണ്ട്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാദിബിനെ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെ ഖമനേയിയുടെ പേരിൽ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അയച്ച പ്രസ്താവനകളിലാണ് ഭീഷണിയുള്ളത്. ഇറാന്റെ ശത്രുക്കളെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള പാർക്കുകളോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ ഒന്നും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ സൈനിക വക്താവ് ജനറൽ അബോൾ ഫസർ ഷെക്കാഷിയും മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന സൂചന ഇറാന്റെ ഭാഗത്തു നിന്നും ആദ്യമായാണ് വരുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഖമനേയി പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിതാവും മുൻ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമനേയിയും മറ്റു കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ട ഫെബ്രുവരി 28 ഇസ്രയേൽ US ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റിരുന്നു. അതിനിടെ ഇറാനെ ആക്രമിക്കുന്നതിനായി ഏതെങ്കിലും സേനാതാവളങ്ങൾ US-ന് വിട്ടു നൽകിയാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായതായി കണക്കാക്കുമെന്ന് ബ്രിട്ടന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ഫോൺ ചർച്ചയിലാണ് ഈ മുന്നറിയിപ്പ് നടത്തിയത്. അതേസമയം ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വക്താവ് ജനറൽ അലി മുഹമ്മദ് നൈനിയെയും IRGCക്ക് കീഴിലെ സായുധ വിഭാഗമായ ബാസിദ് സേനയുടെ ഇന്റലിജൻസ് മേധാവി ജനറൽ ഇസ്മായിൽ അഹമ്മദിനെയും ഇസ്രയേൽ വധിച്ചു. വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. യുദ്ധ സാഹചര്യത്തിൽ പോലും ഇറാന്റെ മിസൈൽ ഉൽപാദനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്ന് പ്രതികരിച്ച് മണിക്കൂറുകൾക്കകമാണ് നൈനി കൊല്ലപ്പെട്ടത്. ഇറാന്റെ മിസൈൽ ആണവശേഷി പൂർണ്ണമായും തകർത്തെന്നും അവർക്കിനി യുറേനിയം സമ്പുഷ്ടീകരിക്കാനോ ബലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ കഴിയില്ലെന്നുമുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടായിരുന്നു നൈനിയുടെ പ്രതികരണം എത്തിയത്. ഇറാനിലെ ഭരണകൂടത്തിന് മേൽ രാജ്യത്തെ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ശത്രുക്കളെ തോൽപ്പിക്കും വരെ യുദ്ധം തുടരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും നൈനി പറഞ്ഞിരുന്നു. IRGCയുടെ പബ്ലിക് റിലേഷൻ വിഭാഗം ഉപമേധാവിയാണ് നൈനി. ഒരാഴ്ചക്കിടെ സൈനിക രാഷ്ട്രീയ തലത്തിൽ ഇറാന് നഷ്ടപ്പെടുന്ന 4ാമത്തെ ഉന്നത നേതാവ് കൂടിയാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.